അപ്പൊ ഈ 15 അംഗ തിലകൻ ചേട്ടൻ പറഞ്ഞ പോലെയുള്ള മാഫിയ സംഘം, നേരത്തെ വി ഉണ്ണികൃഷ്ണ പേര് പറഞ്ഞു, ഉണ്ണികൃഷ്ണനാണല്ലോ തിലകൻ ചേട്ടനെ വിലക്കിയത്. ബാക്ക് ബ്രദേഴ്സ് എന്ന സംഘടന പിളർത്തതിനെ കുറിച്ച് റിപ്പോർട്ടിലുണ്ട്. ആരാ പിളർത്തിയത്? തുളസീദാസ് ഇഷ്യൂവിൽ ദിലീപാണെന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ? ഈ റിപ്പോർട്ട് മുമ്പിൽ വെക്കുമ്പോൾ ഇതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട ഒരാൾ ദിലീപാണെന്ന് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനലുകൾ പുറത്തുവിടുന്നു. ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ചാനലുകൾ ദിലീപിന്റെ പടം വെച്ച് പുറത്തുവിടുന്നു. ഞാൻ 10-15 വർഷമായി ഈ സിനിമയെ തോർന്നു തുടങ്ങിയിട്ട്. ഈ സിനിമാ മേഖലയിൽ ചില അലിഖിത നിയമങ്ങളുണ്ടെന്ന് മാലാപാർവതി സമ്മതിച്ചു. ഇതേപോലെയുള്ള ചൂഷകന്മാർക്ക് വേണ്ടിയുള്ള അലിഖിത നിയമങ്ങളാണ്. ആ ചൂഷകന്മാർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്തുമാകാം, ഞങ്ങളെ ധിക്കരിച്ചാൽ നീ സിനിമയിൽ ഉണ്ടാവില്ല. വിനയൻ അതിന്റെ ഇരയാണ്, തിലകൻ അതിന്റെ ഇരയാണ്, ഞാൻ അതിന്റെ ഇരയാണ്, പാർവതി തിരുവത്ത് അതിന്റെ ഇരയാണ്. അങ്ങനെ എത്ര പേർ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുന്നതിന് മുമ്പും ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ക്രിമിനലുകളായ ഡ്രൈവർ എന്ന യൂണിയനുകളിൽ ഉണ്ട് എന്ന് പറയുന്നതും കൂടെ കിടന്നില്ലെങ്കിൽ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കാൻ നിങ്ങൾക്ക് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞതും ഇതേ റിപ്പോർട്ടിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. സിനിമ ഇൻഡസ്ട്രിയെ മൊത്തമായി ദുഷിപ്പിക്കുന്നത് ഈ ഇൻഡസ്ട്രിക്കകത്ത് തന്നെയുള്ള ഈ കുടിക്കുത്തുകളാണോ എന്നൊന്ന്